പെണ്ണേ നിൻ കണ്ണിലെന്നെ ഞാൻ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? എവിടെയാണ് പഠിച്ചത്? എവിടെയാ വളർന്നത്? അതൊക്കെ ഒന്ന് പറയൂ. ജനിച്ചതൊക്കെ ആലപ്പുഴയിലായിരുന്നു. അപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ എന്നിട്ട് പഠിച്ചതും ആലപ്പുഴയിലെ തന്നെ ഒരു സ്കൂളിൽ, സെന്റ് ജോസഫ് സ്കൂളിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പയ്ക്ക് ട്രാൻസ്ഫർ ആയി കൊച്ചിയിലോട്ട് വരികയായിരുന്നു. അപ്പൊ കുറച്ചു കാലം കലൂരായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പൊ സെന്റ് ജോസഫ്സ് എന്ന് പറഞ്ഞ കോൺവെന്റ് സ്കൂളിലായിരുന്നു 10th വരെ. പിന്നെ അത് കഴിഞ്ഞ് 11th 12th തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ കൊച്ചിയിലായിരുന്നു. പിന്നെ 10th വരെ അവിടെ, 11th 12th വിദ്യോദയ എന്ന് പറഞ്ഞ വിദ്യോദയ സ്കൂളിലായിരുന്നു. സ്കൂൾ ലൈഫിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് പറയാം. എങ്ങനെയായിരുന്നു? അപ്പോഴേ എഴുത്തുണ്ടായിരുന്നോ? എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു? ഞാൻ എഴുതാറേ ഇല്ല. ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. എനിക്ക് എഴുതാന്ന് തന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്ത കോളേജിലെ ഫൈനൽ ഇയറില. അപ്പൊ കുട്ടിക്കാലത്തൊക്കെ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അതല്ലാതെ വേറെ ഒരു ആക്ടിവിറ്റീസും കാര്യമായിട്ടില്ല. എഴുത്തിന്റെ സൈഡിലോട്ട് ഒരു ആക്ടിവിറ്റീസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇപ്പം നടന്നു പോയതാ, അല്ലാതെ അല്ല. അപ്പം സ്കൂളിൽ വെച്ച് വേറെ എന്തെങ്കിലും പാട്ട് പാടുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക? എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. അപ്പം ആര് പാടാൻ പറഞ്ഞാലും പോയി പാടുമായിരുന്നു പണ്ട് മുതലേ. പിന്നെ വരയ്ക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതെല്ലാം ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇതായി വന്നത് ഇങ്ങനെ കോളേജിൽ വരുമ്പോഴാണ്. അതുവരെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇങ്ങനെ ഒരു ഫീൽഡിലാന്ന് അങ്ങനെയൊന്നും പറയാറൊന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പൊ എന്ത് കിട്ടിയാലും ചെയ്യാൻ ഇഷ്ടമായിരുന്നു. കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് പറയാം കോളേജ് ലൈഫ്? കോളേജ് ലൈഫ് രസമായിരുന്നു. അങ്ങനെ ഞാൻ 10th വരെ ഇങ്ങനെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് 11th 12th ഭയങ്കര ഒരു വ്യത്യാസമായിരുന്നു. ഭയങ്കര ഫ്രീഡം കിട്ടിയ ഒരു സ്കൂളായിരുന്നു. പിന്നെ കോളേജിലോട്ട് വന്നപ്പോൾ പിന്നെയും സ്ട്രിക്റ്റ് ആയി ഫസ്റ്റ് ഇയർ. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഡ്യൂട്ടിയിലൊക്കെ മേടിച്ച് പിന്നെ ഡാൻസിലോട്ട് ഇറങ്ങി, പിന്നെ അങ്ങനെ ആക്ടിവിറ്റീസിന്റെ ക്ലാസ് കട്ടി, അതൊക്കെയായിരുന്നു മെയിൻ പണി. കോളേജിൽ അങ്ങനെ നമ്മുടെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കോളേജ് ലൈഫ് 4 years നല്ലോണം അടിച്ചു പൊളിച്ചായിരുന്നു. അപ്പം കോളേജ് വെച്ച് എഴുതുമായിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് ഇയർ എനിക്ക് പരിചയമുള്ളൊരു സീനിയർ ഉണ്ടായിരുന്നു, നാരായണ ഉണ്ണി എന്ന് തന്നെ. ഉണ്ണിച്ചേട്ടൻ ഒരു ആൽബം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്നോടൊന്ന് ചോദിച്ചു, ഒന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് അതൊരു ലവ് സോങ്, അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാത്തൊരു ലവ് സോങ്, സാധാ പോലെ പോകുന്നത്. അപ്പൊ അത് എഴുതിയാണ് ഫസ്റ്റ് ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് തോന്നിയത് അപ്പോഴായിരുന്നു. അതെ അതെ. അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തൊന്നും പോയില്ല. അത് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിനെ പറ്റിയൊക്കെ മറന്നു. പിന്നെ എഴുത്തിലോട്ട് പിന്നെ മാക്സിമം പാട്ട് കേൾക്കാൻ നോക്കും. അത് ആ ഒരു ഫൈനൽ ഇയർ ഒക്കെ ആയപ്പം എവിടെ കിട്ടുന്ന പാട്ടാണേലും കണ്ടുപിടിച്ചൊക്കെ കേൾക്കാൻ നോക്കുമായിരുന്നു. അത് മാത്രമായിരുന്നു വേറെ ചെയ്തിട്ടുള്ളത്. പാട്ട് കേൾക്കാന്ന് പറയുമ്പോൾ അതിന്റെ ലിറിക്സ് കൂടുതൽ ശ്രദ്ധിച്ചത് നോർമൽ ആൾക്കാരെ പോലെ തന്നെ ട്യൂൺ കേട്ട് ഇഷ്ടപ്പെടുന്ന പാട്ടെല്ലാം കേൾക്കും. പിന്നെ വരുമ്പത്തേനും ലിറിക്സ് ഒക്കെ ശ്രദ്ധിക്കും നമ്മള്. പക്ഷെ എഴുതുന്നൊന്നും ഒരിക്കലും, പിന്നെ കോളേജിൽ നമ്മൾ എന്തും ചെയ്യുമല്ലോ, ഫ്രണ്ട്സ് പറയുമ്പോ അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തതാ. അപ്പൊ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചാൻസ് വന്നത്. ഈ ഒരു ആൽബം ചെയ്തത് കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ, എനിക്കൊരു എഴുതിയിട്ടൊരു എക്സ്പീരിയൻസ് അത് മാത്രല്ലേ ഉള്ളൂ. അല്ലല്ല, അത് എന്റെ ഫ്രണ്ട്സ് ഈ മൂവിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഗണേഷ് രാജ് തന്നെ ഈ മൂവിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറും, സച്ചിൻ വാര്യർ ഇതിന്റെ എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. പുള്ളി ഇതിൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് വിനീതേട്ടനോട് ഇങ്ങനെ ചോദിച്ചു, ഒരു ഫ്രണ്ട് ഉണ്ട് എഴുതും. അപ്പൊ ശരിക്കും ഞാനന്ന് കോളേജിൽ എഴുതിയില്ലായിരുന്നെങ്കിൽ അങ്ങനെ അറിയത്തേ ഇല്ലായിരുന്നു. അതെ, അപ്പൊ അങ്ങനെ ഒരു ആൽബം കേൾപ്പിച്ചിട്ടാണ് ഇതിലോട്ട് ഒരു ചാൻസ് കിട്ടിയത്, ഈ മൂവിയിലേക്ക്. അപ്പം ഒരിക്കലും ഒരു ഡ്രീം ഉണ്ടായിരുന്നല്ലോ? ഇല്ല, ഇനിയും ഇല്ല. കാരണം എനിക്ക് അറിഞ്ഞില്ല, അത് എങ്ങനെയോ നടന്നു പോയതാണ്. ഈ പാട്ട് 3 എഴുതിപ്പോയത് ഭയങ്കര ഇതായിട്ട്, ഞാനും ഇങ്ങനെ വിനീതേട്ടൻ ഓരോന്ന് പറഞ്ഞൊക്കെ തന്ന അതിന്റെ ഇൻഫ്ലുവൻസിൽ എഴുതിപ്പോയതാ. അപ്പൊ അല്ലാതെ എനിക്കൊരു അത്രയൊരു ഇത് തരാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതിൽ. അപ്പൊ എനിക്ക് ഇതിന് ചെയ്യാൻ പറ്റുമെന്നും അറിയത്തില്ല. മൂവി ഇത്ര ഹിറ്റായി, സോങ്സ് ആണെങ്കിൽ ഭയങ്കര ഹിറ്റായി, ലിറിക്സും എല്ലാം ഭയങ്കര ഹിറ്റായി. അപ്പം ഇനി എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല? എനിക്ക് അറിഞ്ഞൂടാ, ശരിക്കും അറിഞ്ഞൂടാ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പാട്ട് പാടാനാണെങ്കിൽ ഞാൻ പണ്ടെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെന്നെങ്കിലും പറയും. ഇത് ഞാൻ വെറുതെ ഒന്നൊരു എഴുതിയിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയായി ഇനി എഴുതാൻ. അപ്പൊ അറിഞ്ഞൂടാ, നോക്കണം. വായിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് പതുക്കെ. ഇതുവരെ വായിക്കാത്തിന് ഇനി എന്തായാലും വായിച്ചു തുടങ്ങാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇനി ഇവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇതുപോലെ സപ്പോർട്ടീവ് ക്രൂ ഒക്കെ ആണെങ്കിൽ നോക്കാവുന്നൊരു എഴുതാം. ഈ ക്രൂവിനെ കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. എങ്ങനെയായിരുന്നു വിനീതേട്ടനും ഷാൻക്കും, ഇവർ രണ്ടുപേരുമാണ് എനിക്ക് മൂവിയിൽ ഭയങ്കരമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള 2 ആൾക്കാർ. ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ അവര് സംസാരിക്കുന്ന കൂടി ഇരിക്കുമ്പോ തന്നെ നമുക്കും പതുക്കെ ഒരു എനർജി ഇട്ട് തുടങ്ങും. അപ്പൊ ആദ്യം ഞാൻ ചെല്ലുന്നത് സ്റ്റുഡിയോയില് റെക്കോർഡിങ് സമയത്തായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവര് തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നതാകുമ്പോൾ നമ്മൾ കുറെ നേരം ഇങ്ങനെ, ഞാൻ സ്റ്റുഡിയോയിൽ ഇതുവരെ സ്റ്റുഡിയോയിലും പോയിട്ടില്ല. പിന്നെ സ്റ്റുഡിയോയിൽ ചെന്ന ഉടനെ അവരെന്നെ പിടിച്ച് നടുക്കിരുത്തി എന്റെ പാട്ടൊക്കെ കേൾപ്പിച്ചു തന്നു. ഒരെണ്ണം ഓൾറെഡി റെക്കോർഡ് ചെയ്തു, തട്ടത്തെ മറയത്തെ പെണ്ണെ.
അപ്പൊ ഭയങ്കര സന്തോഷമൊക്കെ ആയി. കാരണം സ്റ്റുഡിയോയിൽ ഒന്നാമത് ഞാൻ പാട്ട് കേട്ടിട്ടില്ല, ആദ്യം കേൾക്കുന്ന എന്റെ പാട്ട് ഭയങ്കര ഒരു ആ ഒരു ഇതിനകത്ത് ഭയങ്കര ഒരു ഫീലാ. അങ്ങനെ അവരുടെ ശരിക്കും ഒരു എനർജി ആയിരിക്കും ഈ മൂവിയിൽ ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഹാർഡ് വർക്കും അവര് തമ്മിലുള്ള ആ ഒരു ഇതൊക്കെ കെമിസ്ട്രിയും എല്ലാം കൊണ്ട് തന്നെയാണ്. അവരോട് വർക്ക് ചെയ്യുന്ന സ്റ്റൈൽ എങ്ങനെയാണ് പാട്ട് ചെയ്തത്, മ്യൂസിക്? ആദ്യം ഇവര് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു, ട്യൂണിന്റെ ബേസിസിലുള്ള എല്ലാ കാര്യവും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെനിക്ക് തരിക ചെയ്യുന്നത്. കാരണം അവർക്കറിയാലോ പുതിയൊരാൾ, അപ്പം വെറുതെ ഒക്കെ എഴുതാൻ പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ ഓരോ പാട്ട് എഴുതുമ്പോൾ ഓരോരോ പാട്ടായിട്ട് എനിക്ക് തരുന്നത്. ഒരു പാട്ട് തന്നിട്ട് അതിന്റെ ഫുൾ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ മൂവിയിലെ സിറ്റുവേഷൻ, ഓരോ ഷോർട്സ് എന്താണ്, നല്ല പ്ലാൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു വിനീതേട്ടന്. അപ്പൊ ഓരോ ഷോർട്സ് എന്തൊക്കെ ഒരു നല്ല ഐഡിയ ഉണ്ട്. അപ്പൊ അത് കാരണം അതിൽ ഓരോ ഷോർട്സും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് അങ്ങനെ ഒരു പാട്ട് തരും. അപ്പൊ അതിന്റെ ട്യൂൺ തരും, മൂളിക്ക് തരും. അങ്ങനെ കുറെ അതിന്റെ ബിറ്റ്സ് ആൻഡ് പീസസ് കിട്ടി. പിന്നെയാണ് അതിൽ എഴുതി തുടങ്ങുന്നത്. അപ്പം എനിക്ക് ഫുൾ ഇൻപുട്ട് കിട്ടിയിട്ടായിരുന്നു ഞാൻ എഴുതി തുടങ്ങിയിരുന്നത്. എന്നെ ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. ഈ സോങ്സ് അതെ അതെ. പിന്നെ അതിന് വേറെ ഹോബീസ് എന്തൊക്കെയാ? റൈറ്റിംഗ് അല്ലാതെ ഇപ്പൊ കറന്റ് എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നെറ്റിൽ എനിക്ക് ക്രിയേറ്റീവ് ആയിട്ട് വരയ്ക്കാൻ അറിയത്തില്ല. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നെറ്റിന് എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് അപ്പൊ മാക്സിമം വലിയ ക്യാൻവാസ് ഒക്കെ മേടിച്ചിരുന്നൊക്കെ വരയ്ക്കാനൊക്കെ നോക്കും. വീട്ടില് കോളേജ് കഴിഞ്ഞ സമയത്ത് ജോലിക്ക് കയറുന്നതിന് മുമ്പ് മെയിൻ പണി അതായിരുന്നു. ഓഫീസിൽ കയറി കഴിഞ്ഞ് പിന്നെ ഒന്നും നടന്നിട്ടില്ല. തിരിച്ച് വീട്ടിലെത്തിയല്ലോ. ഞാൻ ചെന്നൈയിലായിരുന്നു, ഇപ്പം തിരിച്ച് കൊച്ചിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം വീട്ടിൽ തിരിച്ച് വൈകിട്ട് സമയം കിട്ടുമ്പോൾ പതുക്കെ വരച്ചു തുടങ്ങുന്നുണ്ട്. പിന്നെ അപ്പം കൊച്ചിയില് വളർന്ന ഒരാൾ, ഒരു അതെ അതെ കുറച്ച് നാള് കൊച്ചിയില് താമസിച്ച ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ചെന്നൈയിലേക്ക് തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും കൊച്ചിയിലേക്ക് തിരിച്ചു വന്നപ്പോ അതിനുണ്ടായ ഫീലിംഗ്? എനിക്ക് ചെന്നൈ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം പാട്ടിന്റെ സമയത്ത് അവിടെ ആയിരുന്നു എനിക്കൊന്ന് ഭയങ്കര പ്ലസ് ആയിരുന്നു. അവരുടെ റെക്കോർഡിങ് കാണാനൊക്കെ എനിക്ക് പറ്റി, എല്ലാരെയും മീറ്റ് ചെയ്യാൻ. മൂവിയുടെ സമയത്ത് അവിടെ ആയിരുന്നു ഭയങ്കര ഒരു പ്ലസ് ആയി. കാരണം അവിടെ ആയിരുന്നു റെക്കോർഡിംഗ് ഒക്കെ. അത് കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് മൂവി റിലീസായപ്പോ ഇങ്ങോട്ട് പോയി. സത്യം പറഞ്ഞാൽ ബ്ലെസ്സിങ് ആണ്. ആൾക്കാരുടെ ഇടയിൽ എനിക്ക് സച്ചിൻ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട്, പുള്ളി ഇപ്പൊ ചെന്നൈയില. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും നടക്കുന്നത്. റെക്കോർഡിംഗ് ഒക്കെ അല്ലേ അവിടെ, ബാക്കി എല്ലാ കാര്യങ്ങളും പ്രൊമോഷനും ഇവന്റ്സ് എല്ലാം ഇവിടെ അല്ലേ നടക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഭാഗ്യം, എല്ലാത്തിലും എനിക്ക് പോകാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ കൊച്ചിയും നല്ലതാണ്. കൊച്ചി തിരിച്ചു വന്നതിൽ ഇങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ തിരിച്ച് ചെന്നൈ ഇഷ്ടമാണെങ്കിലും പോകാനൊരു താല്പര്യം ഇപ്പൊ എന്തായാലും ഇല്ല. ഒരു നോർമൽ ഗേൾ ഒരു കോളേജ് പാസ് ഔട്ട്, ഒരു എഞ്ചിനീയർ ആയിട്ട് പോയി ചെന്നൈയിലേക്ക്. തിരിച്ചു വന്നപ്പോ ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിരുന്നു ലൈഫില്. ഫെയിം റെക്കഗ്നിഷൻ ഒക്കെ വന്നു. അപ്പൊ ആ ട്രാൻസിഷൻ, ഫെയിം റെക്കഗ്നീഷൻ ഒക്കെ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇന്റർവ്യൂസിനൊക്കെ വിളിക്കുമ്പോഴേ നമുക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര റെഗുലർ ആണല്ലോ. രാവിലെ എണീക്കാൻ മടി, എണീറ്റ് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോകാൻ മടി, അങ്ങനത്തെ ഒരു സാധാരണ റുട്ടീൻ ലൈഫ് തന്നെയാണ് എൻ്റെ ഇപ്പോഴും. ഇടയ്ക്ക് ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ കണ്ട് മനസ്സിലായി നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓഫീസിലൊക്കെ എന്തെങ്കിലും വെക്കുന്ന രാവിലെ വന്ന് എല്ലാവരും പത്രമൊക്കെ വായിക്കും ഓഫീസിൽ നിന്ന്. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു പേര് കാണുന്നത്, ആരെങ്കിലും പറയുന്നത്. അപ്പൊ വേഗം അവരൊക്കെ വന്ന് പറയും. അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഭയങ്കര ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ചെയ്യുന്നത് ആൾക്കാർ അറിയുമ്പോൾ അതിന് നന്നായിന്നൊരു ഔട്ട്പുട്ട് കിട്ടുമ്പോ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അല്ലാതെ ലൈഫിൽ വലിയ ചേഞ്ച് ഒന്നും ഇല്ല, അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. ക്രിയേറ്റീവ് പ്രോസസ്, അതായത് റൈറ്റിംഗ് പ്രോസസ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലേ. ഞാൻ പറഞ്ഞു കഴിയുമ്പം വിളിച്ച് വിനീതേട്ടൻ ഇങ്ങനെ സിറ്റുവേഷൻസ് അറിയുമ്പോൾ ഞാൻ ബുക്ക് എടുത്തു വെച്ച് അതിലെല്ലാം എഴുതി വെക്കും, അത് മറക്കാതിരിക്കാൻ. എന്തൊക്കെയാണോ ഓരോ ഷോട്ട് പറയുന്ന മറക്കാതെ എഴുതി വെക്കും. എന്നിട്ട് ആ ഒരു ബുക്കിൽ തന്നെയാണ് ഞാൻ പതുക്കെ ഇൻപുട്സ് ഒക്കെ വെച്ചൊക്കെ തന്നെ ആലോചിച്ച് ട്യൂൺ കേട്ട് നടക്കുന്നത്. ട്യൂൺ ഒരു 10-30 പ്രാവശ്യം കേട്ടിട്ടായിരിക്കും ഞാൻ ആദ്യമായിട്ടൊന്ന് എഴുതി തുടങ്ങുക. അപ്പൊ ട്യൂണിന്റെ ഫീലും നമ്മൾ ഇത് ചെയ്യണമല്ലോ. അങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത്. ഞാൻ ബുക്കിൽ എഴുതിയിട്ടാണ് എല്ലാം ഓരോന്ന് വെട്ടി. എന്നെ മിക്ക ദിവസവും ശരിക്കും തല്ലി പഠിപ്പിക്കുന്ന പോലെ വിളിച്ചൊക്കെ ഒന്ന് പ്ലീസ് എഴുതുക എന്നൊക്കെ ചോദിക്കുമായിരുന്നു. കാരണം അറിഞ്ഞൂടെ എനിക്കിങ്ങനെ എണീക്കാൻ മടി, എപ്പോഴും രാവിലെ എണീക്കാൻ മടിയാ. അപ്പൊ അവരൊക്കെ രാവിലെ എണീക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാ, വിനീത് ശ്രീനിവാസനൊക്കെ. അപ്പൊ അവര് വിളിച്ചിട്ട് പറയും ഒന്ന് എഴുത് പ്ലീസ് എന്ന് പറയും. അങ്ങനെയാണ് എന്നെ തല്ലിയൊക്കെ എഴുതിപ്പിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ പാട്ടിനെ അത് വേണ്ടി വന്നുള്ളൂ. പിന്നെ ഇപ്പൊ എനിക്കൊരു ഇൻട്രസ്റ്റ് തുടങ്ങി നല്ലോണം. ഞാൻ തന്നെ നല്ല എഫേർട്ടൊക്കെ എടുത്ത് എഴുതാനും രാവിലെ എണീറ്റൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ പ്രത്യേകിച്ച് റുട്ടീനൊന്നും ഇല്ല. എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടൊന്നും, ചിലപ്പോൾ ഓഫീസിൽ തിരിച്ചു വന്നിട്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് എഴുതാൻ തോന്നും. ഞാൻ കുറെ നേരം പാട്ട് കേൾക്കും, പിന്നെ ഇരുന്ന് എഴുതും. അങ്ങനെയായിരുന്നു. അപ്പൊ ഈ മൂവിയിലെ സോങ്സ് എല്ലാം ഭയങ്കര ഹൈലി റൊമാൻറ്റിക് ആണ്.
അനു അത് എഴുതിയത് എങ്ങനെയാണ്? ഞാനത് എഴുതിയത് വിനോദ് നൈഷനെ മാത്രം ആലോചിച്ചിട്ടാണ്, വേറെ ഒന്നും ആലോചിച്ചിട്ടല്ല. ഇല്ലില്ല, അത് ട്യൂണിന്നും പിന്നെ വിനോദിന്റെ ഐഷന്റെ കേട്ടതിന്നും മാത്രം ഇൻസ്പിറേഷൻ എടുത്തിട്ട് എഴുതിയേക്കുന്ന പാട്ടാണ്. ഞാൻ ഭയങ്കര രസമായിട്ടാ പറയുന്നത്. സിനിമ കണ്ടവരും പറയുന്നു വിനോദ് ഇങ്ങനെ വട്ട് പിടിച്ച ഐഷന്റെ പറയുന്ന അത്രയൊരു, അപ്പൊ അതുപോലത്തെ ഒരു ആളെ പറ്റി എഴുതുമ്പോ അത്ര കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി. അപ്പൊ അതിനൊക്കെ വെച്ചിട്ട് അങ്ങനെ എഴുതിയതല്ലാതെ. അപ്പം ഇതിൽ ഏറ്റവും ഇൻവോൾവ് ആയിട്ട് എഴുതിയ പാട്ട് ഏതാ? ഇതില് മൂന്നാമത്തെ ഞാൻ എഴുതിയത് ശ്യാമാംബരം എന്ന് പറഞ്ഞ പാട്ടാ. ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ആയപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. വൊക്കാബുലറി മൊത്തം തീർന്നു. കാരണം ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച സകല മലയാളം എടുത്ത് ഉപയോഗിച്ച് ഇനി ഞാൻ എന്ത് എഴുതുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ മൂന്നാമത്തെ പാട്ടായപ്പോ ഞാൻ ബീച്ചിലിന്റെ തൊട്ടടുത്ത് ഞാൻ താമസിച്ചിരുന്നത്. ബീച്ചിൽ രാവിലെ വെളുപ്പാങ്കാലത്ത് മറ്റവർ ഉറങ്ങി കിടക്കുമ്പോ ഞാൻ ഇറങ്ങിപ്പോവും, മുറിയൊക്കെ പൂട്ടി പോയിട്ട് അവിടെ ബീച്ചിൽ ഇരിക്കും. എന്നിട്ട് പാട്ടൊക്കെ കേട്ട് അത് കൊറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പാട്ടാ ശ്യാമാംബരം. ഒത്തിരി ഇൻവോൾവ് ചെയ്ത് എഴുതിക്കുന്ന പാട്ടാ അത്. അപ്പം ഇതില് ഫേവറേറ്റ് ലൈൻസ് ഏതെങ്കിലും 2 ലൈൻസ് that you love the most? അങ്ങനെ എന്റെ എനിക്ക് ഫേവറേറ്റ് എനിക്ക് വിനീതേട്ടൻ എഴുതിയതില് ആ അനുരാഗം അനുരാഗം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ടൈറ്റിൽ സോങ് ആയിട്ട് വരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. കാരണം ആദ്യം ഇറങ്ങിയത് അനുരാഗത്തിൻ വേളയിൽ, പിന്നെ മുത്തുച്ചിപ്പി. ഇനി കുറെ ഇറങ്ങാനുണ്ടല്ലോ. അതിൽ അനുരാഗം തിയേറ്ററിൽ പോയവരും പിന്നെ CD അങ്ങനെയുള്ളവരും മാത്രം കേട്ട് ഇപ്പൊ അനുരാഗം കുറെ പേര് ഓഫീസിലൊക്കെ എന്നോടൊന്നും ചോദിക്കുന്നുണ്ട്, അനുരാഗം ഉണ്ടോ കയ്യിൽ തരുമോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് അപ്പൊ എന്റെ ഫോണിന്റെ റിംഗ് ടോണും ഒക്കെ ഇപ്പൊ അനുരാഗമാണ്. എനിക്ക് അനുരാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. ഇപ്പൊ ഇത്രയും ഹൈലി റൊമാൻറ്റിക് സോങ്സ് എഴുതിയ ആളുടെ നോഷൻ ഓഫ് ലവ് എന്താ? എനിക്ക് അങ്ങനെ നോഷൻ ഓഫ് ലവ് ഒന്നുമില്ല. എനിക്ക് വിനീതേട്ടൻ പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നത്, എല്ലാവരുടെ ഉള്ളിലും ഒരു കാമുകനോ കാമുകയോ ഉണ്ട്. അതിപ്പോ നമ്മൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കാം. എനിക്കെന്ന് പറഞ്ഞാല് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആൾക്കാരോട് അങ്ങനെയൊന്നുമില്ല. എനിക്ക് പല സാധനങ്ങളോടും ഒക്കെ ഇഷ്ടം. അപ്പൊ പ്രണയം എന്ന് പറയുമ്പോൾ വരയ്ക്കുന്നതിനോട് പ്രണയമാണ്. എനിക്ക് പെട്ടെന്ന് കൂട്ടാവുന്ന അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. അപ്പം പ്രണയം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് കാലങ്ങൾ കൂടുതൽ മനസ്സിലിരിക്കുന്ന സാധനങ്ങളോടാണ് എപ്പോഴും. ഈ ഒരു പഴയൊരു പാട്ടില്ലേ മണിച്ചിത്രത്താഴിലെ വരുവാനില്ലാരും എന്ന് പറഞ്ഞ, അത് എന്റെ എല്ലാ ഇഷ്ടം മാറിക്കൊണ്ടിരിക്കും. ഇത് മാത്രം മാറിയിട്ടില്ല. അപ്പൊ ആ പാട്ടിനോടുള്ള ഇഷ്ടം ഞാൻ ജനിച്ചപ്പോ മുതൽ കേൾക്കുന്നതെന്ന് തോന്നുന്ന പാട്ട്, എന്നാൽ എത്രയോ കാലം മുതൽ കേട്ടു തുടങ്ങിയ പാട്ട് ഇപ്പോഴും അതിനോടുള്ള ഇഷ്ടം മാറിയിട്ടില്ല. അപ്പൊ എനിക്കൊന്ന് അങ്ങനെ എന്റെ ഉള്ളിൽ കുറെ കാലം ഇരിക്കുന്ന അങ്ങനത്തെ ഉള്ള ഇതിനോടൊക്കെയാണ് എനിക്ക് പ്രണയം. അനു എഴുതിയ പാട്ടുകള് പിക്ചറൈസ് ചെയ്ത് ചൂടെല്ലാം ചെയ്ത് സ്ക്രീനിൽ കണ്ടപ്പോ അത് ഭയങ്കരമായിരുന്നു. കാരണം എന്നോട് പ്രോമിസ് ചെയ്തിരുന്നു ഞാനിന്ന് ചെന്നൈ പോവാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ. അപ്പൊ ഞങ്ങളൊക്കെ എന്നാ പാട്ടൊന്ന് ഒരു പ്രാവശ്യം കാണാമെന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടിരുന്നു. എനിക്ക് പോവാൻ പറ്റിയില്ല. അപ്പോ ആദ്യമായിട്ട് ഞാൻ മുത്തുച്ചിപ്പി, എന്റെ പാട്ട് ഫസ്റ്റ് കാണുന്നത് ഞാൻ മുത്തുച്ചിപ്പി, അത് ഓഡിയോ ലോഞ്ചിനാ ഫസ്റ്റ് കാണുന്നത്. അപ്പൊ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് ഭയങ്കര ഒരു ഫീലൊക്കെ ആയിട്ട് വിനീതൻ എന്തൊക്കെയാ സംസാരിച്ച് നോക്കുമ്പോ ഫ്രണ്ടിലും മമ്മൂട്ടിയും അങ്ങ് വലിയ സ്റ്റാർസ് ഒക്കെ ഇരിക്കുക. ഞങ്ങളിങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരുന്ന് മുത്തുച്ചിപ്പി വരുന്ന സച്ചിൻ എന്നെ തൊട്ട് മുന്നിൽ ഞാൻ ഇങ്ങനെ സച്ചിനെ പിച്ചിക്കൊണ്ടിരിക്കും, ഇപ്പൊ വരും. മുത്തുച്ചിപ്പി വന്ന് ഞാൻ വിഷ്വൽ കണ്ടിട്ടേ ഇല്ല, സച്ചിൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരും. കാരണം ചില സീനൊക്കെ ഇങ്ങനെ ഭയങ്കര ഭംഗി മൊത്തം കൂടി കേട്ട ഫൈനൽ മിക്സ് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര രസം. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വിഷ്വൽസ് ആണെങ്കിൽ മൊത്തം സിനിമയിലെ ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസ് അല്ലേ. ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഷാനിക്കനെ കാണും, പിന്നെ ജോമോൻ ചേട്ടൻ, ഇവർ രണ്ടുപേരും ഒന്ന് കാണണം നമിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കും. അത് കഴിഞ്ഞ് എക്സൈറ്റ്മെന്റ് അതും മറന്നുപോയി. അവരെ കണ്ടപ്പോ ഭയങ്കര മസിലൊക്കെ പിടിച്ചിങ്ങനെ ചിരിച്ചൊക്കെ നിന്ന്. സാറേ ഞാൻ ഷാനിക്കനോട് പറഞ്ഞു, ഞാൻ കരയായിരുന്നു സത്യം പറഞ്ഞ. നന്നായല്ലേ ലൈറ്റ്സ് ഓഫ് ചെയ്ത, വെറുതെ സീനാക്കിയാണ് ഇവിടെ എല്ലാരും ഭയങ്കര ജാട വെച്ചിരിക്കുക, നീ അനകണ്ട. അവൻ ഭയങ്കര, അതായിരുന്നു എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് മുത്തുച്ചിപ്പി. അത് കണ്ടപ്പോഴത്തേക്കിനും ആ ഒരു ഫസ്റ്റ് ഇതങ്ങ് പോയി. പിന്നെ തിയേറ്ററിൽ ഇരിക്കാൻ വയ്യായിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട് പത്മയിലും. അപ്പൊ ഫ്രണ്ടിലത്തെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ മൊത്തം ഈശ വരുമ്പോ എണീറ്റൊക്കെ നിൽക്കുന്നു, നിവിൻ പോളിക്ക് ഇങ്ങനെ ഇതൊക്കെ എറിയുന്നു. സിനിമ സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈം കണ്ടില്ലേ, ഇങ്ങനെ സീറ്റിലിരുന്ന് ഇതൊക്കെ ചുറ്റും കണ്ട് സമാധാനപ്പെടും. കണ്ടിട്ട് ഒരു രക്ഷയില്ല. ഞാൻ തിരിഞ്ഞു നോക്കും, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, അവിടെ ഉള്ളവർ എക്സ്പ്രഷൻ എന്താ, ഇവിടെ ഉള്ളവർ എക്സ്പ്രഷൻ എന്താ. ഇങ്ങനെ ഞാനും പാടിയ ദിവ്യ എസ് മേനോന്നാണ്, ദിവ്യ ചേച്ചി ഞാനും കൂടെ ഒരുമിച്ചായിരുന്നിരുന്നത്. അപ്പൊ ഞാൻ ചാരുമ്പോ ദിവ്യ ചേച്ചി മുന്നോട്ടിരിക്കും, ദിവ്യ ചേച്ചി ചാരുമ്പോ ഞാൻ മുന്നോട്ടിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം കോമ്പറ്റീഷനിൽ ചുറ്റും നോക്കലായിരുന്നു ഫസ്റ്റ് ഡേ പരിപാടി. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റും എക്സ്പീരിയൻസും എനിക്കൊന്നും ഒരിക്കലും വേറെ ഒരു മൂവിക്ക് എനിക്ക് കിട്ടിയിട്ടില്ല.
ഏതെങ്കിലും പാട്ട് പാടാൻ പറ്റും? ഒരു തുള്ളി പാടാം. ആ മതി മതി. ശ്യാമാംബരം പാടാം. ശ്യാമാംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി നിൻ പൂമുഖം ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിരമ്പൊലികൾ മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൽ കുറുമ്പുകൾ കാറ്റിൻ്റെ തേരിൽ പാറും തൂവല്ല. ഫ്യൂച്ചറിലുള്ള കരിയർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഞാനിപ്പോൾ TCSലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം കുറച്ചാൽ എന്തായാലും ജോലിയായിട്ട് മുന്നോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്റീരിയർ ഡിസൈനിങ് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഞാനത് പഠിക്കാനൊരു പ്ലാൻ ഇടുന്നുണ്ട്. ഫോർമലായിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊരു ഐഡിയ ഉണ്ട്. ഇപ്പം ആസ് സച്ച് ഒന്നുമില്ല, ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. എനിക്ക് ഇങ്ങനെ ഒരിടത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓടിയൊക്കെ നടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിലോട്ട് ഇറങ്ങിയാൽ ഇന്ന് ഞാനും എൻജോയ് ചെയ്യും. നെക്സ്റ്റ് ടൈം അനു റൂട്ട് കൊച്ചിൻ കൗച്ചിൽ വരുമ്പോൾ എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു ഇന്റീരിയർ ഡിസൈനായിട്ട് ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഞാനായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ചെയ്ത ഒരു വീടെങ്കിലും ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം. അത് വരുമ്പോഴത്തേക്കിനും അങ്ങനെ അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. പിന്നെ നല്ല പാർട്ടികളുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്.